അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹസ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഖത്തറിലാണ്. ഖത്തറിൽ നിന്ന് നമ്മൾ ഇന്ന് ഒരു ബീച്ചിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനാണ്. സിമൈസ്മ എന്ന് പറയും. ഏകദേശം ഖത്തറിൽ നിന്ന് ഏകദേശം 25-30 കിലോമീറ്റർ ദൂരമുള്ളൂ. എപ്പോഴും ലുസൈൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ഈ സിമൈസ്മ ബീച്ചിലേക്ക് ബസ് സർവീസ് ഉണ്ട്. കാർവേഡ ബസ് ഉണ്ട്, 706 നമ്പർ ബസ് ഉണ്ട്. പതിവ് പോലെ ചെറിയ മരുഭൂമി ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും സിമൈസ്മ ബീച്ചിലേക്ക് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് ഖത്തറിലെ മനോഹരമായ ഒരു തീരദേശ വിനോദസഞ്ചാര കേന്ദ്രമാണ് സിമൈസ്മ ബീച്ച്. വളരെ മനോഹരമാണ്. നമ്മളൊരു ലക്ഷദ്വീപിലൊക്കെ ചെന്ന ഒരു ചെറിയ ഫീലൊക്കെ നമുക്ക് കിട്ടും. ശാന്തമാണ്, സ്വസ്ഥമാണ്, വളരെ നീറ്റാണ് ബീച്ച്. വൈകുന്നേരം ഏകദേശം ഒരു 3 മണി 4 മണി സമയത്താണ് ഞങ്ങൾ എത്തിയത്. പക്ഷെ അന്നേരം ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇതാണ് സിമൈസ്മ ബീച്ച്. നല്ല ക്ലീൻ ബീച്ചാണ്, അടിപൊളിയാണ്, സൂപ്പർ ബീച്ചാണ്, സൂപ്പർ അടിപൊളി. നമുക്ക് നോക്കാം കൂടുതൽ വിശേഷങ്ങൾ. അപ്പോൾ നോക്കുക, നല്ല പച്ചപ്പ് നിറഞ്ഞ ചില ഏരിയാസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല മരങ്ങൾ കാണാൻ പറ്റും. നീറ്റാണ്, ക്ലീൻ വൃത്തിയുള്ള ഒരു ബീച്ചാണ്. അറബിക്കടലിൻ്റെ ഭാഗമായ പേർഷ്യൻ ഗൾഫിലാണ് ഈ ബീച്ച് ഉള്ളത്. ഖത്തറിൻ്റെ കിഴക്കൻ തീരത്താണ് ഈ ബീച്ച്. കിഴക്കൻ തീരമാണ്. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത, കടല് കയറി വരുമ്പോഴും ഇറങ്ങി പോകുമ്പോഴും വ്യക്തമായി നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഇത് കടൽ ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ വെള്ളം ഇറങ്ങിപ്പോയി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ചവിട്ടുമ്പം അല്പം സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല. വെള്ളം നോക്കുമ്പോൾ നമുക്കറിയാം, വെള്ളം വളരെ ഒരു ബ്ലൂ കളറാണ്, ഒരു നീല നിറത്തിലാണ്, ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ് നമുക്ക് ഈ വെള്ളം കാണാനായിട്ട് പറ്റുക. ഇത് വെള്ളം ഇറങ്ങിപ്പോയ ഏരിയ ആണ്. അപ്പോൾ കുറച്ചുകൂടെ കയറി വരുന്ന സമയത്താണ് എത്രമാത്രം മനോഹരമാണ് നമുക്ക് ആലോചിക്കാവുന്ന കേസ്. നമുക്ക് എന്ത് രസമായിരിക്കും. അടിപൊളിയാണ്, സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വീശുന്നു, പതുക്കെ ഇങ്ങനെ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. വൈകുന്നേരങ്ങളിൽ എനിക്കൊരു ഹോളിഡേ ആ ദിവസങ്ങളിൽ, ഇപ്പം ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ കംപ്ലീറ്റ് ആളുകൾ ഒത്തിരി വരാൻ സാധ്യതയുണ്ട്. ഇത് ഒരു വീക്ക് ആയതുകൊണ്ട് ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നില്ല. രാത്രിയൊക്കെ സമയത്താണ് ഒത്തിരി പേര് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇവിടെ നമ്മൾ തിരിച്ചു കൊണ്ട് നമുക്ക് കാണാൻ പറ്റുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ സ്വസ്ഥമായി ഇരിക്കാനൊക്കെ പറ്റിയ കുറേ ചെറിയ ഇങ്ങനെയുള്ള പ്ലേസുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കവിടെ ഇരിക്കാം, വർത്താനം പറയാം, ഫുഡ് കഴിക്കാം. ഇവിടെ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പം ഒത്തിരി ആളുകൾ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ പോരുന്ന സമയത്തേക്ക്. ഇങ്ങനെ മരങ്ങളുണ്ട്, അവിടെ ഇവിടെയൊക്കെ മരങ്ങളുണ്ട്. ഇത് ഈ പറയുന്ന റോഡിൻ്റെ തൊട്ടടുത്താണ്. ഇതൊരു ചെറിയ പച്ചപ്പ് നിറഞ്ഞ ചെറിയൊരു പാർക്കൊക്കെ നമുക്ക് കാണാം. നമുക്ക് അവിടെയൊക്കെ പോയിരിക്കാം. അവിടെ ഇരുന്നും ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിന് അവിടെ പെർമിഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. വളരെ എന്താ പറയുക, നമുക്കൊരു അത്ഭുതം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബീച്ചാണിത്. ഖത്തർ പോലൊരു സ്ഥലത്ത് ഇത് എത്രമാത്രം ഇവരതിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് ബസ് ഇവിടെ വന്ന് ബസ് ഇറങ്ങി നമുക്ക് നേരെ ബീച്ചിലേക്ക് കയറാം. അത്ര അടുത്താണ്, അത്ര സൗകര്യമുണ്ട്. തിരിച്ചിവിടുന്ന് തന്നെ നമുക്ക് നേരെ ലുസൈൽ സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ട് ലുസൈലിലേക്ക് നമുക്ക് ബസ് 706 നമ്പർ ബസ് തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടാവും ഈന്തപ്പനകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ നമുക്ക് പരിചയമില്ലാത്ത സസ്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവരൊക്കെ ഇങ്ങനെ പരിപാലിക്കുന്നുണ്ട് വളരെ കാര്യമായിട്ട്. അതുതന്നെ ഇതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് ഒഴിവാക്കുന്നുണ്ട്. വളരെ മനോഹരമാണ് ഈ ഏരിയ, വളരെ മനോഹരമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഒരു ദ്വീപിൽ, ലക്ഷദ്വീപിലൊക്കെ ചെന്ന ഒരു ഫീലൊക്കെ തെളിഞ്ഞ ആകാശമായിരുന്നു നമുക്ക് കിട്ടും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഈ പോകുന്നതാണ്. ഇത് നമ്മൾ കടലിലേക്ക് ഇവരിങ്ങനെ മണ്ണിട്ട് നികത്തി ഒരു ചെറിയ ഏരിയ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ആളുകൾ മീൻ പിടിക്കാനൊക്കെ ഇവിടെ വരും. അതൊരു വലിയ എന്താ പറയുക, വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്കൊന്ന് പോയി വരാം.
അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഈ ബീച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയ ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു ചതുപ്പ് പോലെ ഉണ്ട്. ഒത്തിരി ആളുകളൊക്കെ വാഹനങ്ങളിൽ ഇവിടെ വരുന്നുണ്ട്. വാഹനങ്ങളിൽ വന്ന് മീൻ പിടിക്കാനും. ഒത്തിരി വലിയ തിരക്കുള്ള ഏരിയ അല്ല ഇത്. ഒത്തിരി തിരക്കില്ല, സ്വസ്ഥമായിട്ട് നമുക്ക് വരാം ഫുഡ് കഴിക്കാനായിട്ട്. ഫാമിലിയൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മണ്ണ് നോക്കിയാൽ ഏകദേശം ഒരു അല്പം ചെറിയ ഡാർക്ക് കളറിലുള്ള മണ്ണാണ് നമുക്ക് കാണാനായിട്ട് പറ്റും. ചെറിയ ചെറിയ പച്ചപ്പൊക്കെ അവിടെയൊക്കെ നമുക്ക് ഉണ്ട്. ചിലപ്പോൾ ഉള്ളിലേക്ക്, കടലിനുള്ളിലേക്ക്, നമ്മുടെ മുനമ്പം ബീച്ചൊക്കെ പോലെ, കൊച്ചിയിലെ മുനമ്പം ബീച്ചൊക്കെ പോലെ അല്പം കടലിലേക്ക് ഉള്ളിലേക്ക് ഇത് മണ്ണിട്ട് എടുത്ത പോലെ നമുക്ക് കാണാൻ പറ്റുക. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ആഴം കുറവാണ്. തിരമാലകൾ കുറവാണ്, ആഴം കുറവാണ്, ശാന്തമാണ്. പിന്നെ ഇവിടുത്തെ വെള്ളത്തിന് അല്പം ലവണാംശം കൂടുതലുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. മണ്ണൊക്കെ ഒരു ചെറിയൊരു ഡാർക്ക് കളറിലാണ്. വെള്ളം ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയറാണ്, കണ്ണാടി പോലത്തെ വെള്ളം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടുത്തെ വെള്ളം. നമുക്ക് കുടിക്കാൻ തോന്നും, പക്ഷേ ലവണാംശം കൂടുതലുള്ളതുകൊണ്ട് അത് സാധ്യമല്ല. അപ്പോൾ നമ്മൾ ആ ഏരിയയിലേക്ക് എത്തുകയാണ്. നല്ല രസമാട്ടെ ഈ ഒരു ഏരിയ, ഭയങ്കര രസമാണ്. ചെറിയ കാറ്റിങ്ങനെ, തണുത്ത കാറ്റിങ്ങനെ നമ്മുടെ അറേബ്യൻ സീ നമുക്ക് തൊട്ട് മുമ്പിൽ നമുക്ക് കാണാം. അറേബ്യൻ സീ ആണ് ഈ കാണുക. അനന്തമായ കടൽ. ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ. നല്ല നീല നിറമാണ് വെള്ളത്തിന്. അപ്പോൾ മറുഭാഗത്ത് അസ്തമയം സംഭവിക്കാൻ പോകുന്നു. മത്സ്യബന്ധനത്തിലുള്ള ബോട്ടുകളാണെന്ന് തോന്നുന്നു അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആഴം രേഖപ്പെടുത്തിക്കൊണ്ട് അവിടെ കുറേ ചുവന്ന ബലൂണൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കുന്നു. ഒരു അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ, അടിപൊളി. ഖത്തറിലുള്ളവർ പോവുക, സൂപ്പർ പ്ലേസ് ആണ്, സൂപ്പർ. വൈകുന്നേരങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മൾ ഈ പകൽ സമയത്തൊക്കെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ലല്ലോ, അത്ര ചൂടല്ലേ, ഇങ്ങോട്ടൊന്നും പറ്റില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. നീല നിറത്തിലുള്ള വെള്ളം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. അടുത്തിട്ട് ആഴം കുറവുള്ള ഏരിയയുടെ അടുത്തിട്ടെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. അപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയി. നമുക്കതൊന്ന് കാണാം. ഇതാണ് ഖത്തറിൻ്റെ ആ ഒരു പടം. നമുക്കതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. കടലിലേക്ക് നീട്ടിയെടുത്തിരിക്കുന്ന ഒരു ഭാഗം നമുക്കിതിൽ കാണാം. സിമൈസ്മ ബീച്ച് നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഏരിയയിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ആ മുനമ്പിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ആ മുനമ്പിലേക്ക്, ഇവിടേക്കാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സിമൈസ്മ ഹാർബർ എന്ന് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. നമ്മൾ ആ വെള്ളത്തിലേക്ക് ഒന്ന് ജസ്റ്റ് ആ ഒരു മുനമ്പിലേക്ക്, ആ ഏറ്റവും അങ്ങേയറ്റത്തേക്ക് നമ്മൾ എത്തുകയാണ്. ഇതാണ് സിമൈസ്മ ബീച്ച്. സിമൈസ്മ ബീച്ചാണ് ഇത് രണ്ടും കൂടെ ചേർന്ന ഏറ്റവും മുനമ്പ്. ഇത് നമുക്ക് കാണാൻ പറ്റുക അറേബ്യൻ സീ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ ഇന്ത്യ ഉണ്ട് ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പോൾ രണ്ടും കൂടെ ഈ ഏറ്റവും മുനമ്പ്, ഖത്തറിൻ്റെ ഏറ്റവും മുനമ്പ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കടലിൻ്റെ മറുഭാഗം ഇറാനാണ്. ഏറ്റവും തൊട്ടടുത്തുള്ള രാജ്യം ഇറാനാണ്, കടലിൻ്റെ തൊട്ടപ്പുറം. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാൽ നമ്മുടെ ഇന്ത്യ, കേരളം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നമ്മുടെ അറബിക്കടലിലോട്ട് പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഖത്തറിനും ഈ പറയുന്ന ഇന്ത്യയും പടിഞ്ഞാറ് ഭാഗത്തിനും ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന അറേബ്യൻ സീ. നമുക്കെല്ലാവർക്കും അറിയാം അത്. ഒപ്പം UAE, ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ് ഇതൊക്കെ ഈ ഒരു കടലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി പ്ലേസാണ്, അടിപൊളി ലൊക്കേഷനാണ്. പെട്ടെന്ന് പോരാൻ നമുക്ക് തോന്നിയേയില്ല, അത്രയും മനോഹരമാണ് ഇവിടുത്തെ ആ ഒരു വ്യൂ. എന്തായാലും നമുക്ക് കുറേ നേരം ഞങ്ങളവിടെ ചിലവഴിച്ചു. ഒത്തിരി ആളുകൾ മീൻ പിടിക്കാൻ വരുന്നുണ്ട്, അവരെയൊന്നും വീഡിയോ എടുക്കുന്നില്ല. പുറം നാട്ടുകാരാണ് കൂടുതലും. വൈകുന്നേരം രാത്രിയായ സമയത്ത് ബീച്ചിൻ്റെ ചെറിയൊരു ദൃശ്യമാണിത്. ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്, ഒത്തിരി ആളുകൾ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഖത്തറിലെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.